LDFന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്നും സുരേഷ് ഗോപിയുടെ പ്രത്യേകമായ ആഭിമുഖ്യം തനിക്കില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മേയർ നിലപാട് വ്യക്തമാക്കിയത്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായമുള്ളവരെയും തൃശൂരിന് വേണ്ടി ഒന്നിപ്പിക്കുക എന്നതാണ് മേയർ എന്ന നിലയിൽ തൻ്റെ ചുമതല. MP ആയും MLA ആയും ഏതു പാർട്ടിയുടെ പ്രതിനിധി വന്നാലും കോർപ്പറേഷനും ജനങ്ങൾക്കും ഗുണകരമായ പദ്ധതികൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കരുത്. മേയർ എന്ന നിലയിൽ വികസനം കൊണ്ടുവരികയെന്നത് തൻ്റെ ചുമതലയാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല. വികസനത്തിൻ്റെ ഭാഗമായി മന്ത്രിയുമായും MP-യുമായി സംസാരിക്കേണ്ടി വരും. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും മേയർ പറഞ്ഞു. ഞാനും മേയറും അദ്ദേഹം ഒരു MP-യും ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അദ്ദേഹത്തിൻ്റെ വികസന രംഗത്ത് ഇപ്പോൾ MLA ഉണ്ട്, MP ഉണ്ട്, മന്ത്രിമാരുണ്ട്. മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാവുമോ അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് എൻ്റെ പ്രദേശം, എൻ്റെ ചുമതല മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് വികസനം കൊണ്ടുവരിക. അതിനൊരു രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നത് ശരിയല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് തൻ്റെ ചേംബറിൽ വരാൻ പാടില്ലെന്നുണ്ടോ എന്നും MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഹോട്ടലിൽ വെച്ച് കണ്ടാൽ മിണ്ടാൻ പാടില്ല എന്നുണ്ടോ എന്നും മേയർ ചോദിച്ചു. LDFന്റെ പിന്തുണയോടെയാണ് താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDFന്റെ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടരാൻ താൻ ബാധ്യസ്ഥനാണെന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും മേയർ പറഞ്ഞു. ഈ പറയുന്ന പോലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ലേ? അതിന് നിങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കുക. അതൊന്നും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.